ദ ജേർണലിസ്റ്റിലേക്ക് അപ്രതീക്ഷിതമായാണ് ഇന്നലെ രാത്രിയോടെ പശ്ചിമേഷ്യയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും ഉത്തരവുകളും പുറത്തു വരുന്നത്. അമേരിക്കയും ബ്രിട്ടനുമാണ് പ്രധാനമായി ഈ നിർദ്ദേശങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നത്. ഒരു വലിയ യുദ്ധം അല്ലെങ്കിൽ ഒരു വലിയ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു എന്നതിൻ്റെ സകല സൂചനകളും പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ആ നിർദ്ദേശങ്ങൾ, ആ ഉത്തരവുകൾ പുറത്തു വന്നത്. ഇസ്രായേലിലെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ജീവനക്കാരോട് എത്രയും വേഗം സകുടുംബം ഇസ്രായേലിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് അവരുടെ എംബസികൾ പൊടുന്നനെ നിർദ്ദേശം നൽകിയത്. ഒരു യുദ്ധഭീതി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന നിലയിൽ ജനീവ ചർച്ചയ്ക്ക് ശേഷം അടുത്ത ചർച്ച, 4ാം ഘട്ട ചർച്ച ഇറാനുമായി അമേരിക്ക വിയന്നയിൽ നടത്തും എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷം ഉടനെയൊന്നും യുദ്ധമുണ്ടാകില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയെ ഞെട്ടിക്കുന്ന വിധത്തിൽ, ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പൊടുന്നനെ ചില നിർദ്ദേശങ്ങൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഭാഗത്തു നിന്ന് വന്നത്. നോക്കുക, ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചിരിക്കുന്ന സമയമാണിത്. മാധ്യമങ്ങൾ യുദ്ധമുടൻ ഉണ്ടാകും എന്ന സൂചന നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണികളെ തുടർന്ന് മാത്രമാണ്. പക്ഷേ ഇത്രയും കാലമായി അമേരിക്ക ഇറാൻ സംഘർഷ വിഷയങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വിലയിരുത്തുന്ന എല്ലാവർക്കും മനസ്സിലാകും, പൊടുന്നനെ ഒരു യുദ്ധം ചെയ്യാനുള്ള ശക്തി അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം അമേരിക്കയ്ക്കില്ല എന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അത് ആവർത്തിക്കുകയും ചെയ്തു. ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം അമേരിക്കയ്ക്കില്ല. പക്ഷേ സ്ഥിതിഗതികൾ മോശമായാൽ, അതായത് ഇറാൻ അമേരിക്ക പറയുന്നത് പോലെ കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഒരു വലിയ യുദ്ധം ഉണ്ടായേക്കാം എന്ന ഭീഷണിയാണ് ട്രംപ് മുഴക്കുന്നത്. ട്രംപിന് യുദ്ധം ചെയ്യാനായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാനായിരുന്നുവെങ്കിൽ ഏറെക്കാലങ്ങൾക്ക് മുൻപേ ആക്രമിക്കാമായിരുന്നു. ഏതാണ്ട് 2 മാസമായി USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ അവിടെ കിടക്കുകയാണ്. ആ കപ്പൽ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറാനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്ന യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നയതന്ത്ര തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക നിരന്തരമായി ഇറാനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നത് ഇറാൻ ശക്തമായ നിലപാടും തിരിച്ചടിയും മുന്നോട്ട് വയ്ക്കുന്നിടത്താണ്. ഏതെങ്കിലും തരത്തിലൊരു യുദ്ധമുണ്ടാകും എന്ന് അമേരിക്ക സൂചന നൽകുമ്പോൾ ഉടൻ തന്നെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. അവരുടെ സൈനിക സന്നാഹങ്ങൾ വിന്യസിക്കുന്നു, അവർ കടലിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു, ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന സൂചന നൽകുന്നു. അതിനിടയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് സംശയമുണ്ട്, ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരുന്നു എന്നാണ്. അപ്പോൾ ഒരു ഇറാൻ ഒരു ആണവ ശക്തിയായി മാറിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കും വലിയ ആശയക്കുഴപ്പമുണ്ട്. എന്ന് മാത്രമല്ല, യുറേനിയം സമ്പുഷ്ടീകരണം നിർബാധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനെ സംബന്ധിച്ച് ഒരു ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ താരതമ്യേന എളുപ്പവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ അങ്ങനെ കടന്നു കയറി ആക്രമിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ സമ്മർദ്ദവും വെല്ലുവിളിയും ഭീഷണിയും ഒക്കെ ആയിട്ട് ചുറ്റിത്തിരിയുന്നത്. പക്ഷേ ഇന്നലെ ഇസ്രായേലിലെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ജീവനക്കാർക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ജനങ്ങൾക്ക് ആ 2 രാജ്യങ്ങളും നൽകിയ മുന്നറിയിപ്പ് വീണ്ടും യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ശക്തമാക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഇസ്രായേലിനുള്ളിലേക്ക് ഇറാൻ ഏത് നിമിഷവും ഒരു വലിയ കടന്നാക്രമണം നടത്തും എന്നതിൻ്റെ സൂചന പുറത്തു വരികയാണ്. അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള ആക്രമണം ഉണ്ടാകും എന്നു തന്നെയാണ് ഇത് നൽകുന്ന വ്യക്തമായ സൂചന. അല്ലെങ്കിൽ പിന്നെ വെറുതെ അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ ജനങ്ങളോട് ഇസ്രായേലിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയില്ലല്ലോ. എന്ന് മാത്രമല്ല, മറ്റൊരു നിർണായകമായ കാര്യവും കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായി. ഇത്രയും കാലം അമേരിക്ക തങ്ങളുടെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ള സന്നാഹങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ അത് പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്, ഒന്ന് നമുക്കറിയാം, USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഇറാൻ തീരത്തിനടുത്തുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള USS ജെറാൾഡ് 4 എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പടക്കപ്പലാണ്. ആ വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ ഇറാൻ്റെ തീരത്തെത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ സൈനിക വിന്യാസം ഏറെക്കുറെ പൂർത്തിയായി എന്ന് സാങ്കേതികമായി പറയാം. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ്. അതായത് അമേരിക്കയ്ക്ക് താല്പര്യമില്ല എന്നാണ്. അതിനിടയിലൂടെ മറ്റൊരു നീക്കം നടന്നിട്ടുണ്ട്. അത് ഗൾഫിലെ, അതായത് ഖത്തറിലെ അൽ ഉദൈദ് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന യുദ്ധസാമഗ്രികൾ മുഴുവൻ അമേരിക്ക ഇസ്രായേലിലേക്ക് കടത്തിയിരിക്കുന്നു.
അതായത് ഇസ്രായേലിലെ ബെൻ ഗുരിയൻ എയർപോർട്ടിൽ അമേരിക്കയിലെ AC-125 എന്ന് പറയുന്ന ടാങ്കർ വിമാനങ്ങൾ, അതായത് ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറച്ചു കൊടുക്കുന്ന പടുകൂറ്റൻ വിമാനങ്ങൾ, ഇതാദ്യം ഖത്തറിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയായിരുന്നു. അത് ഈ USS എബ്രഹാം ലിങ്കൺ കപ്പൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഒരു യുദ്ധമുണ്ടാകുമെന്ന സൂചന നൽകാൻ വേണ്ടിയിട്ട് അമേരിക്ക ഈ പറയുന്ന ടാങ്കർ വിമാനങ്ങളുടെ ഒരു ശ്രേണി അത് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ എത്തിച്ചത്. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ ആ വിമാനങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിലെ ബെൻ ഗുരിയൻ എയർപോർട്ടിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ആവശ്യം വരുന്നത് ഇനി ഇസ്രായേലിനാണ് എന്ന് അമേരിക്ക തീരുമാനിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇസ്രായേലും ഇറാനും തമ്മിലായിരിക്കും ആക്രമണം ഉണ്ടാവുക. ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ തള്ളിവിടുന്ന നിലയിലേക്ക് അമേരിക്ക തങ്ങളുടെ നീക്കങ്ങൾ മാറ്റുകയാണ്, കളം മാറ്റി ചവിട്ടുകയാണ്. അതായത് അമേരിക്ക ഇറാനെ ആക്രമിച്ചാലാണ് ഇറാൻ തിരിച്ച് അമേരിക്കയുടെ അറബ് രാജ്യങ്ങളുടെ എയർബേസും മറ്റുമൊക്കെ ആക്രമിക്കുകയുള്ളൂ. പക്ഷേ ഇസ്രായേലാണ് ഇറാനെ ആക്രമിക്കുന്നതെങ്കിൽ ഇറാൻ അറബ് രാജ്യങ്ങളെ ഒന്നും ചെയ്യില്ല. നേരെ മറിച്ച് ഇറാൻ ഇസ്രായേലിനെയാണ് കടന്നാക്രമിക്കുക. ആ സമയത്ത് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിന് കടലിൽ നിന്ന് ജോയിൻ ചെയ്യാൻ പറ്റും, ഇസ്രായേലിന് കൂടുതൽ സൈനിക സഹായങ്ങൾ കൊടുക്കാൻ പറ്റും, തങ്ങൾ ഉദ്ദേശിച്ച ആക്രമണങ്ങൾ മുഴുവൻ ഇസ്രായേലിലൂടെ നടപ്പാക്കാൻ സാധിക്കും. ഇതായിരിക്കണം അമേരിക്ക കണ്ടിട്ടുള്ള ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഇസ്രായേലിനുള്ളിലേക്ക് ഇറാൻ കടന്നാക്രമണം നടത്തുമെന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടുത്തെ തങ്ങളുടെ ജനങ്ങളെ എത്രയും പെട്ടെന്ന് അമേരിക്കയും ബ്രിട്ടനും മാറ്റിയിരിക്കുന്നത്. അതൊരു വലിയ സൂചനയാണ്. അതുപോലെ തന്നെ ഇറാനുള്ളിൽ നിന്ന് പല രാജ്യങ്ങളും അവരുടെ ജീവനക്കാരോട് തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിക്കോളൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അർത്ഥമാക്കുന്നത് ആദ്യ ആക്രമണം ഇസ്രായേലിലേക്കായിരിക്കും. അതായത് ഇറാൻ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് ആദ്യം ചെല്ലുക ഇസ്രായേലിലായിരിക്കും. ഇസ്രായേലും ഇറാനും തമ്മിലായിരിക്കും യുദ്ധമുണ്ടാകാൻ പോകുന്നത്. ഇസ്രായേൽ ഒരു പക്ഷേ ഇറാനിലേക്ക് കടന്നാക്രമണം നടത്താനുള്ള സാധ്യത തെളിയുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഇസ്രായേലിൽ ഇറാനു നേരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇറാൻ അതിശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ജൂണിൽ ഇറാൻ നടത്തിയ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾ അതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ആക്രമണങ്ങൾ ഇസ്രായേലിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. ഇസ്രായേലിൻ്റെ അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പലപ്പോഴും ഈ പറയുന്നത് പോലെ ഇറാന്റെ മഴ പോലെ വരുന്ന ഈ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ കഴിയാതെ പരിഭ്രമിച്ചു പോകുന്ന കാഴ്ചകൾ ലോകം കണ്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. അതായത് ഇസ്രായേൽ ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തുകയും അതിൻ്റെ ചുവട് പിടിച്ച് ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ അമേരിക്ക ഈ യുദ്ധത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. അറബ് രാജ്യങ്ങൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ അമേരിക്കയുടെ അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അമേരിക്ക ചിത്രത്തിലില്ല, അല്ലെങ്കിൽ അമേരിക്കയല്ല യുദ്ധം തുടങ്ങുന്നത്, ഈ ഇസ്രായേലാണ്. പക്ഷേ അപ്പോഴും ഇറാൻ പറയുന്നു, ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ, ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് ഞങ്ങൾ മേഖലയിലെ മുഴുവൻ യുദ്ധമാക്കി മാറ്റും, അല്ലെങ്കിൽ അത് മേഖലയിലെ മുഴുവൻ യുദ്ധമായി മാറാൻ അധികം സമയം വേണ്ട എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയാണ് ഇറാന് നേരെയെങ്കിൽ അത് പശ്ചിമേഷ്യയെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന വിധത്തിലേക്കുള്ള ഒരു വലിയ യുദ്ധമാക്കി ഇറാൻ മാറ്റും എന്നു തന്നെയാണ്. എന്തായാലും ഇറാൻ ഇപ്പോൾ തങ്ങളുടെ ഭാഗം സേഫാക്കി നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. അതായത് നിലപാടിൽ നിന്ന് ഒരു മാറ്റവുമില്ലാതെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാതെ, മൂന്നാമതായി നടന്ന ചർച്ചയിലും തങ്ങളുടെ ആവശ്യങ്ങൾ തന്നെ നടപ്പാക്കണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ട് അമേരിക്കയെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ ഇത്രയും നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഉടൻ ഇറാനെ ആക്രമിക്കുകയും ഇറാൻ ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തുകയും ഇറാൻ യുദ്ധം മൂർച്ഛിക്കുമ്പോൾ അമേരിക്ക അവിടെ അവതരിക്കുകയും അതിലൂടെ ഇറാന് നേരെയുള്ള സൈനിക നീക്കം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അടുത്ത തിങ്കളാഴ്ച മുതൽ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് നിരവധി ചർച്ചകൾ നെതന്യാഹുവുമായി പദ്ധതിയിട്ടിട്ടുണ്ട്. കുറച്ചധികം ദിവസം അദ്ദേഹം ഇസ്രായേൽ ചെലവഴിക്കുമെന്നാണ് കരുതുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാനുമായുള്ള യുദ്ധകാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഗസ വിഷയമാണ്. ഗസയിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുകയും ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഗസയിൽ പുതിയ ഭരണകൂടം അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ
സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഗസ കേന്ദ്രീകരിച്ചും ഇറാൻ കേന്ദ്രീകരിച്ചും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ശക്തമായ ആക്രമണങ്ങളും നടപടികളും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.